വാർത്തയില് റെഡ് അലേർട്ട് കാണിച്ചപ്പോ തന്നെ അയൽവക്കക്കാര് കുറെ പേര് ക്യാമ്പിലേക്ക് പോയി. ജീപ്പ് എടുക്കാൻ വന്നപ്പോ തന്നെ അവര് പറഞ്ഞ ക്യാമ്പിലേക്ക് ചെല്ല. കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ചതൊക്കെ ഇട്ടേച്ച് പറയാൻ അപ്പന് പറ്റുകയായിരുന്നു. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേടാ. അപ്പനെ ഇട്ടേച്ച് പോരാൻ പറ്റുമോ? കൂട്ടിക്കിടക്കണ കൈസർ നിർത്താതെ കുറയ്ക്കോ പാപ്പ എന്ന് പറഞ്ഞോളെ എന്നെ വിളിച്ചതാ. വലിയ പാമ്പോ മരപ്പെട്ടി ആയിരിക്കും എന്നോർത്താ ഞങ്ങള് പോയത്. വാതില് തുറന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഒരു വല്ലാത്ത ചെളിമണം അടാവേ. പണ്ടങ്ങാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഉരുള് പൊട്ടുന്നതിന് മുന്നേ ഒരു വല്ലാത്ത ചെളിമണം ഉണ്ടാവുന്നു. പാപ്പ കരയിലെ പാപ്പ. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞ ഞാൻ ക്ഷമിക്കും. ചേട്ടായി, ഏതൊരു യൂത്ത് സംഘടനയുടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുമായിട്ട് വന്ന ആൾക്കാരല്ല ഞങ്ങൾ. ഒരു 2-3 കൊല്ലം മുന്നേ ആണേ. അന്ന് രാത്രി ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അന്ന് വലിയ മഴയായിരുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മണ്ണിടിച്ചിലുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണു തുറക്കണത് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാട്ടോ. ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ അന്വേഷിച്ചു. പക്ഷേ എനിക്ക് കാണുവാനോ എന്നെ കാണുവാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്നേ. കൂടുതൽ എല്ലാത്തിനും പറയണേ, ഞാനുണ്ടായ ഞങ്ങളൊക്കെ കളിച്ചു നടന്ന ഞങ്ങളുടെ നാടൂരും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാവും ചേട്ടായി.